ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും പവർ ഗ്രിഡുകൾക്കും നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ടു പോകുന്നതിനാലാണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തെ ഇറാൻ സംശയത്തോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമില്ലെന്ന് ഇറാൻ അധികൃതർ സൂചിപ്പിച്ചു. പശ്ചിമേഷ്യയിലേക്ക് 10,000-ൽ അധികം സൈനികരെ കൂടി അയക്കുന്ന കാര്യം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 50,000 US സൈനികർ ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ആർമിയുടെ 82ാം എയർബോൺ ഡിവിഷൻ, മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റുകൾ എന്നിവരെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും US പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഒരു കരയുദ്ധത്തെ നേരിടാൻ 10 ലക്ഷത്തിലധികം സൈനികരെ അണിനിർത്താൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ സൈനിക ശക്തിയെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ സൈനിക വിഭാഗമാണിത്. ഏകദേശം 1,90,000 സജീവ സൈനികർ ഇതിലുണ്ട്. ഇവർക്ക് സ്വന്തമായി കര, വ്യോമ, നാവിക സേനകളും മിസൈൽ യൂണിറ്റുകളും ഉണ്ട്. രണ്ടാമത്തേത് ബസീജ് സന്നദ്ധ സേന. യുദ്ധസമയത്ത് ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് ഇത്. സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഈ സന്നദ്ധ സേനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളെ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. മൂന്നാമത്തേത് ആർട്ടേഷ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈന്യമാണിത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന ഔദ്യോഗിക സൈന്യമാണിത്. ഇതിൽ ഏകദേശം 3,50,000 സജീവ സൈനികരുണ്ട്. മറ്റുള്ളത് എന്ന് പറയുന്നത് പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. ഇറാനിലെ സൈനികർക്ക് പുറമെ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ ഗ്രൂപ്പുകൾ എന്നിവരും ഇറാന് വേണ്ടി യുദ്ധരംഗത്തുണ്ടാകും. ഇവരുടെ എണ്ണം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇറാൻ അനുകൂല സൈന്യത്തിന്റെ എണ്ണം വളരെ വലുതാണ്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ച് ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇസ്രയേൽ തങ്ങളുടെ കരയുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ ലെബനനിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് തുടരുകയാണ്. ലെബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഗ്രാമങ്ങളിൽ ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലെബനന്റെ പരമാധികാരത്തിന്റെയും നഗ്നമായ ലംഘനമാണെന്ന് ലെബനൻ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിച്ചു. യുക്രൈന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലുള്ള വൈദഗ്ധ്യം സൗദിക്ക് വാഗ്ദാനം ചെയ്യാനും മേഖലയിലെ സമാധാനവും സ്ഥിരതയും ചർച്ച ചെയ്യാനുമാണ് അദ്ദേഹം എത്തിയത്. ഒളിമ്പിക്സിലെ വനിതാ വിഭാഗം മത്സരങ്ങളിൽ ജന്മനാ സ്ത്രീകളായവർക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ എന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പുതിയ നിയമം പുറപ്പെടുവിച്ചു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായി. ഇത് ദുബായിലും ഷാർജയിലും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ബസ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ നഗരങ്ങൾക്കിടയിലുള്ള ബസ് സർവീസുകൾ അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചു. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിലിപ്പൈൻസിൽ ഇന്ധനവില വർധനവിനെതിരെ രാജ്യത്ത് ശക്തമായ ഗതാഗത പണിമുടക്കുകൾ നടക്കുകയാണ്. ജനജീവിതം അവിടെ വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിലവിലിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ ഒപ്പ് $, നോട്ടുകളിൽ പതിപ്പിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250ാം വാർഷികം പ്രമാണിച്ചാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് നോട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. സാധാരണയായി US ട്രഷറി സെക്രട്ടറിമാരുടെ ഒപ്പാണ് കറൻസി നോട്ടുകളിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇതാദ്യമായിട്ട് ഒരു സിറ്റിംഗ് പ്രസിഡന്റിന്റെ ഒപ്പ് വരികയാണ്. യുദ്ധപ്രതിസന്ധി മൂലമുണ്ടായ വിലക്കയറ്റത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ധനങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടിയിൽ വൻ കുറവ് വരുത്തി. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചെങ്കിലും ആഭ്യന്തര വിപണിയിൽ വില നിയന്ത്രിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു $, 94.75 രൂപ എന്ന നിരക്കിൽ എത്തിയിരിക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്.